എബ്രായർക്ക് എഴുതുന്ന ലേഖനം നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. അപ്പം പല കാര്യങ്ങളും എനിക്ക് ചെവിയിൽ വെച്ചുകൊണ്ട് ഇത് കേൾക്കാനായിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ഇത് ഇവിടെ കിടക്കുന്നതാണ്. അങ്ങനെ അത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതെല്ലാം മൊബൈൽ എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് 2 ദിവസമായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം എല്ലാവരും പ്രസംഗിക്കുന്നത് മിക്കവാറും എല്ലാം കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ ദൈവസന്നിധി വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ചത് ദൂതന്മാരെക്കാളും പുത്രൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പുത്രൻ എന്ന പിതാവായ ദൈവം തന്നെ സംബോധന ചെയ്തിരിക്കുന്ന യേശു കർത്താവ്, അല്ലെങ്കിൽ ഈ പുത്രനായ ദൈവം, അപ്പം അദ്ദേഹം ദൂതന്മാരെക്കാൾ വ്യത്യസ്തനും ശ്രേഷ്ഠനുമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അത് അദ്ദേഹത്തെ പിതാവ് അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ടും മാത്രമല്ല, ക്ലിയറായിട്ട് ദൂതന്മാരും കർത്താവും തമ്മിലുള്ള വ്യത്യസ്തത മനസ്സിലാക്കത്തക്കവണ്ണമുള്ള 7 കൊട്ടേഷൻസ്, അത് പ്രത്യേകം ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് നമുക്ക് മനസ്സിലാകത്തക്കവണ്ണമുള്ള 7 കൊട്ടേഷൻസ് നമ്മൾ അവിടെ കാണുകയും, പുത്രൻ എന്ന് പറയുന്നത് കർത്താവും ദൈവവുമാണ്, അവൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടതെന്നും, അവൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ലെന്നും, അവൻ്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളതെന്നും, അവൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാണെന്നും, അവൻ ആ നിലയിലുള്ള കാര്യങ്ങളെല്ലാം, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല, നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുള്ളൂ, നിന്റെ വലതുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും, ദൂതന്മാരുടെ പൊസിഷൻ എന്ന് പറയുന്നത് രക്ഷ പ്രാപിപ്പാൻ ഇരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണെന്നും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദൂതനല്ല നമ്മുടെ രക്ഷയുടെ നായകനായിട്ട് തീർന്നത്. അങ്ങനെ ഒരു ദൂതന് നമ്മുടെ രക്ഷകന്റെ നായകനായിട്ട് തീരാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നമുക്കറിയാമല്ലോ, നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു ദൂതന് സാധ്യമല്ല. ആത്മാവില്ലാത്ത സേവകാത്മാവായിട്ടുള്ള ഒരു ദൂതന്, ആത്മാവുള്ള ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പാപം വഹിച്ച് അവന് വേണ്ടി പകരമായിട്ട് മരിക്കാൻ അവന് കഴിയത്തുമില്ല. അത് ദൈവിക നിയമം അനുസരിച്ച് തന്നെ അത് പറ്റത്തില്ല. അവർ വിചാരിച്ചാൽ പോലും നടക്കുകയില്ല. അപ്പം നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച കർത്താവ് ഒരിക്കലും ഒരു ദൂതനല്ല. നാം ആരുടെ പ്രതിമപ്രകാരവും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടുവോ അതേ ദൈവത്തിന്റെ ആ അസ്തിത്വം തന്നെയാണ്, ദൈവത്തിന്റെ സാരാംശം തന്നെയാണ് യേശുക്രിസ്തു എന്നുള്ളത് നമുക്ക് ഇന്നലെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. എന്നാൽ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിന്റെ കാര്യം, എന്നാൽ പുത്രൻ പിതാവിന് കീഴടങ്ങിയിരിക്കുമെന്നും അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള പല വാക്യങ്ങളാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതെന്നും, അത് ആ ഫങ്ഷണൽ ഹയറാർക്കി അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്നും, ബൈ നേച്ചർ യേശു കർത്താവ് അല്ലെങ്കിൽ പുത്രനായ ദൈവവും പിതാവിന് തുല്യതയുള്ള സാരാംശത്തിൽ ഒന്നായിട്ടുള്ള ദൈവം തന്നെയാണെന്നും, എന്നാൽ അവര് ലോക സൃഷ്ടി, മനുഷ്യന്റെ വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ അതുപോലുള്ള നിത്യമായ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അവരുടെ പ്രവർത്തന രീതികളിൽ ഒരു കീഴടങ്ങലുണ്ട്. ആ കീഴടങ്ങലുണ്ട്. അത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതും ഇതും കൂടെ കൂട്ടിക്കഴിച്ച് കഴിയുമ്പോഴാണ് പലർക്കും അത് കൺഫ്യൂഷനായിട്ട് മാറുന്നത്. അല്ല, അവിടെ പിതാവിന് കീഴടങ്ങിയിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഉണ്ട്. അതുപോലെ തന്നെ പിതാവിനേക്കാൾ വലിയവനെന്ന് കർത്താവ് ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഉണ്ട്. അതൊന്നും കാണാതെ, ആ വാക്യമൊന്നും കാണാതെ അതിനെയെല്ലാം കാർപ്പറ്റിന്റെ അടിയിൽ വെച്ചിട്ട് ഇവിടെ ചില വാദങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില വാദങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുകയല്ല ചെയ്യുന്നത്. അതും കാണുന്നുണ്ട്. അതിന്റെ കാരണവും നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് നമ്മൾ തൃത്വത്തെക്കുറിച്ച് ഒരു 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 ഹാർമോണിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തൃത്വത്തെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയിലേക്ക് എത്തുന്നത്? അത് കേവലം ഏതെങ്കിലും ഒരു സൈഡിലൂടെ ഒരു വാക്യം എടുത്ത് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടല്ല. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ രീതികളെക്കുറിച്ചും ദൈവികമായിട്ടുള്ള വെളിപ്പാടിനെ കുറിച്ചും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചന ഭാഗങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത് പഠിച്ചതിന് ശേഷമാണ് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് സഭാപിതാക്കന്മാർ അതിനുള്ളിൽ എത്തിയിട്ടുള്ളതെന്നും, അതുകൊണ്ടാണ് നമുക്ക് തൃത്വം എന്നുള്ള വാക്കൊന്നും ദൈവവചനത്തിലുള്ള ഒരു വാക്കല്ലെങ്കിൽ തന്നെ ആ ആശയം ദൈവത്തിന്റെ വചനത്തിലുണ്ട്.
അങ്ങനെയാണ് വചനത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ആരെങ്കിലും എഴുതി വെച്ച ഏതെങ്കിലും പുസ്തകം കാണാതെ പഠിച്ചു വന്ന് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വള്ളിപുള്ളി മാറ്റമില്ലാതെ അതിങ്ങനെ റിസൈറ്റ് ചെയ്യുന്ന ഒരു ലെവലിലല്ല നമ്മളത് മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ തന്നെ ഈ നിലവാരത്തിലെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം എല്ലാ വാക്യങ്ങളും കൂടെ എടുത്ത് ഒരുമിച്ച് പഠിക്കുമ്പം നമുക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു ന്യായമായ ഒരു കൺക്ലൂഷനാണ് നമ്മൾ ഈ തൃത്വത്തിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ആശയത്തിലൂടെ പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. നമുക്കറിയാമല്ലോ, ഈ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരുന്നു എന്നും, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ചു നിന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ, ഒന്ന്, നാം ഒഴുകിപ്പോകാതിരിക്കണമെന്നുള്ളതും, അതുപോലെ തന്നെ കേട്ട വചനം അധികം ശ്രദ്ധയോടെ അത് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണെന്നുള്ളതും, അതുപോലെ തന്നെ ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കി കളഞ്ഞാൽ നമുക്ക് തെറ്റിയൊഴിയാൻ കഴിയത്തില്ല എന്നുള്ളതുമാണ് അവിടെ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട 2 പ്രബോധനങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എബ്രായ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം, എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ വിശ്വാസികളെ അഡ്രസ്സ് ചെയ്യുന്ന അവരുടെ ആ വിശ്വാസത്തിലുള്ള അവരുടെ ആ പശ്ചാത്തലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വർത്ഥമായിട്ടുള്ള ചില വാക്കുകളാണ് ഇവിടെ എഴുതപ്പെട്ടേക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഈ ഒഴുകിപ്പോകുക എന്നുള്ളത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് ചിന്തിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വിതയ്ക്കാൻ പോകുന്നവന്റെ ഉപമ കർത്താവ് പറഞ്ഞു. അതിൽ നമുക്കറിയാം, അത് കുറച്ച് വിത്ത് വഴിയരിയെ വീണു, മറ്റു ചിലത് പാറസ്ഥലത്ത് വീണു, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു എന്ന് പറഞ്ഞിരുന്ന ഭാഗം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ 2 ഭാഗത്ത് പറഞ്ഞേക്കാണ്, അത് വഴിയരികെ വീണതോ വചനം കേൾക്കുന്നു എങ്കിലും ഉടനെ അത് അല്ലെങ്കിൽ ആ ഭാഗം എനിക്ക് തോന്നുന്നത് എടുത്ത് കൊണ്ടുപോകുന്നതും, അതുപോലെ പാറസ്ഥലത്ത് വീണത് വചനം കേൾക്കുന്നെങ്കിലും മണ്ണിന് ആഴമില്ലായകയാൽ അത് ഉണങ്ങിപ്പോകുന്നു, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഉണങ്ങിപ്പോകുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിൽ ഫലമില്ലാതായിത്തീരുന്നത്? വഴിയരികെ വീണ പോലുള്ള വിത്ത്, അത് എന്തുവാ സംഭവിക്കുന്നത്? അത് വീണു എങ്കിലും അത് പറവജാതികൾ വന്ന് എടുത്തോണ്ട് പോകുന്നു. അത് സാത്താൻ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വീണ വചനത്തെ അവനത് ശ്രദ്ധിക്കുന്നതിനോ അവനത് ഉപകാരമായി വരുന്നതിനോ അതിലുള്ള ആത്മീയമായിട്ടുള്ളൊരു വെളിപ്പാട് അവന് നന്മയായിട്ട് തീരുന്നതിനോ മുമ്പ് തന്നെ അവന്റെ ഹൃദയത്തിൽ നിന്ന് പിശാച് അത് എടുത്തോണ്ട് പോകുന്നു. ഇതൊരു സത്യമായ കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ എത്രയോ വചനം കേൾക്കുന്നു, പ്രസംഗിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇത് ശോധന ചെയ്യാതെ വണ്ണം പിശാച് അതിനോട് പോരാടുന്നു എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാണ്, എത്ര വലിയൊരു സത്യമാണ്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കഴിഞ്ഞ ഞായറാഴ്ച എന്നാ പ്രസംഗിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുകയുള്ളൂ. എന്നാൽ മിക്ക ഞായറാഴ്ച എനിക്കറിയാം എൻ്റെ വിശ്വാസികൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം മറന്നുപോകാൻ എന്നാ കാര്യം? നിങ്ങൾക്കറിയാമല്ലോ, ഇത്ര കഠിനവും പറഞ്ഞ് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആള്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരോടും ഇവിടെ പിന്നെ ചോദ്യങ്ങളൊന്നും ഞാൻ ആരോടും ചോദിക്കുന്നത്, അത് കൂട്ടത്തിൽ ആരെങ്കിലും ഇച്ചിരി ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ ഉടനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരോട് കാര്യങ്ങൾ ഇതാക്കുക, അവരെ ഒന്ന് ലൈവാക്കി നിർത്തുക, ഇങ്ങനെയുള്ള ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ചാണ് പ്രസംഗിക്കുന്നത്. എങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ പോലും പലരും അത് ഓർത്തിരിക്കത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ 3.5 വർഷം കർത്താവ് പഠിപ്പിച്ച മർമ്മം ശിഷ്യന്മാർക്ക് മറക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അത് എത്ര ദിവസം വേണ്ടി വന്നു? അത് വെറും 3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ വെറും ചില മണിക്കൂറുകൾ കൊണ്ട് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെയൊക്കെ കഥ പോലായിട്ട് അവർക്ക് തോന്നി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അതിന്റെ പ്രശ്നം ഒരു ആത്മീയ പോരാട്ടമാണ്, ആത്മീയമായിട്ടുള്ളൊരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പം ഇവർക്ക് ഉറക്കവും വരും. ശിഷ്യന്മാരെ പല സ്ഥലങ്ങളിൽ ഉറങ്ങുന്നത് കാണുന്നുണ്ട്. മറുവ മല പോലുള്ള ഒരു മലയിൽ പോയി കർത്താവ് അവിടെ രൂപാന്തരപ്പെടുകയും, അതുപോലെ തന്നെ മോശയും ഏലിയാവും ഒക്കെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനോട് സംസാരിക്കുകയും ചെയ്യുമ്പം ഉറങ്ങാനുള്ള സ്കോപ്പ് എന്താ? ആ ഉറക്കമാണ്. നല്ല കൂളായിരുന്നിരിക്കും അവിടെ ദൈവസാന്നിധ്യം. കൂളായിരിക്കും, അത് ശരിയാ. എന്നാൽ ഇതൊക്കെ കാരണം ഗെത്സമന തോട്ടത്തിൽ കർത്താവ് ചോര നീരാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ആയി എന്നെഴുതിയേക്കുക. അവിടെ ഉറങ്ങുക,
ഈ ഉറക്കം എന്ന് പറയുന്നത് ഉറക്കാത്തതിൻ്റെ ഉറക്കമല്ല. അത് ചിലപ്പോൾ ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ കാണുമ്പം ഇച്ചിരി കട്ടിയുള്ള കാര്യം ഒന്ന് എടുത്താൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒന്നൂരിലേരം 10-ാം അധ്യായം പഠിപ്പിച്ചപ്പം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞായറാഴ്ച ഞാൻ പിന്നെയും ശനിയാഴ്ചയായിരുന്നു അത് ഷെയർ ചെയ്തത്, അതുകൊണ്ട് ഞായറാഴ്ച പിന്നെയും ഷെയർ ചെയ്തു. എന്നാൽ എന്നെ നിരാശപ്പെടുത്തുന്നത് പോലെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ പലരും ഉറങ്ങുന്നത് എനിക്ക് കാണാൻ കഴിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇനി അടുത്ത ഞായറാഴ്ച തൊട്ട് വരുമ്പം നല്ലപോലെ ഉറങ്ങിയിട്ടേ വരാവൂ, 10 മണിക്കൂർ വെച്ച് ഉറങ്ങിയിട്ടേ നിങ്ങൾ വരാവൂ. കാരണം സഭയെ വന്നിട്ട് ഇനി ഉറങ്ങാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. അപ്പം ഇനി നോക്കിക്കോ, 10 മണിക്കൂർ ഉറങ്ങിയിട്ട് വന്നാലും അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാനും അവരുടെ ആത്മീയ വളർച്ചയുടെ കുറവ് നിമിത്തം അവർക്കുണ്ടാകുന്ന ഈ ഉറക്കത്തെ തടയാനായിട്ട് ഒന്നിനും പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള മടുപ്പും ഉറക്കവും കോട്ടവായും ഒക്കെ വരുന്നത് ആത്മീയമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയിൽ നിന്നും വളർച്ചയില്ലായ്മയിൽ നിന്നും ഒക്കെയാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ വളരെ ആത്മീയരായിട്ട് നമുക്ക് തന്നെ തോന്നാറുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത്രയ്ക്കൊന്നും ഇല്ല എന്നുള്ളതൊന്ന് തിരിച്ചറിയുന്നത് എപ്പോഴും എനിക്കും നിങ്ങൾക്കും ഒക്കെ നല്ലതാണ്, എനിക്കും നല്ലതാണ്. അല്ലാതെ 4 പ്രസംഗം പ്രസംഗിച്ചെന്ന് വെച്ചൊന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത് തന്നെയായിരുന്നു, ഈ ആത്മീയ ശൈശവത്വമായിരുന്നു ഈ എബ്രായരുടെ പ്രശ്നം. അവർ ഒഴുകിപ്പോകുന്നതിൻ്റെ കാര്യവും കേട്ടത് കരുതിക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ കാര്യവും ഒക്കെ അവരുടെ ഈ ആത്മീയ ശൈശവത്വമാണെന്നുള്ളത് അതിൻ്റെ 6-ാം അധ്യായത്തിലും തുടർന്ന് നമ്മൾ കാണുന്ന പല ഭാഗങ്ങളിലും നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൽ പറയുക, തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുമായിട്ട് കട്ടിയുള്ള ആഹാരം കഴിക്കാനായിട്ട് തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുമായി പ്രായം തികഞ്ഞവർക്കേ അത് പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. എന്നാൽ നിങ്ങളിപ്പം നിങ്ങളുടെ സമയം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്ന കാലമായി. എന്നാൽ ഇതുവരെ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിട്ടില്ല. കാരണം നിങ്ങൾ ഇത് ഈ സംഗതികൾ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അപ്പം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വചനം ഫലശൂന്യമായിട്ട് പോവുക. വചനത്തിൽ നിന്നുള്ള ഒരു വെളിപ്പാട് ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല. വചനത്തിലെ ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതൊന്ന്, അതിലെ വെളിപ്പാട് ലഭിക്കുക എന്നുള്ളത് വേറൊന്ന്. അത് നമ്മൾ പലപ്പോഴും ഇൻഫർമേഷൻ ആർക്കും എടുക്കാം. ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ എന്നോട് ഏറ്റവും കൂടുതൽ ദൈവം സംസാരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് കുറച്ച് സമയത്ത് ബാത്റൂമിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് കൂടുതൽ മെസ്സേജുകൾ ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, വളരെ സന്തോഷത്തോടെ കർത്താവേ അതെനിക്ക് വെളിപ്പെടുത്തി തന്നല്ലോ, നീ എന്നോടത് സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ മറ നീക്കി നീ എനിക്കൊന്ന് പൊരുൾ തിരിച്ചു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് സോപ്പും തേച്ച് കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഈ സന്തോഷിച്ച കാര്യം മനസ്സിൽ നിന്ന് അങ്ങ് പോകും. പിന്നെ എത്ര വിചാരിച്ചാലും ഇത് റീകളക്ട് ചെയ്യാനായിട്ട് പല സമയത്തും പറ്റുകയില്ല. അതുപോലെ തന്നെ പല സമയത്തും നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തൊരു സന്തോഷത്തിൽ ഇരിക്കുന്നെങ്കിലും അത് പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ റെലമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ സോഷ്യൽ സ്റ്റഡീസോ സയൻസോ അല്ലെങ്കിൽ ജോഗ്രഫിയോ പഠിച്ചതുപോലെ പഠിക്കുന്നതോ മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അതെനിക്ക് മനസ്സിലായി 2 × 4 എന്നുള്ള നിലയ്ക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാമല്ലോ, നമുക്ക് റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിന്ന് നമ്മുടെ മൊബൈലിൽ കൂടെ കോള് വിളിക്കാനോ അല്ലെങ്കിൽ ഡാറ്റ കിട്ടാത്ത ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഇന്റർനെറ്റിലൂടെ ഓപ്പറേറ്റ് ചെയ്യാനോ നമ്മൾ ശ്രമിച്ചാൽ അത് കഴിയാത്തതുപോലെ തന്നെ പരിശുദ്ധാത്മ നിറവിലും പരിശുദ്ധാത്മ സാന്നിധ്യത്തിലും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഫുൾനെസ്സിലായി ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന എന്നുള്ളതും കൂടെ ഇതിവിടെ നമ്മൾ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ ഓർക്കേണ്ട ഒരു മർമ്മമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന കർത്താവും തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തി തികഞ്ഞവരുടെയും ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കളുടെ ജ്ഞാനമല്ല, മറിച്ച് ദൈവം ലോക സൃഷ്ടി മുതൽ നമ്മുടെ തേജസ്സിനായിട്ട് മുന്നീമിച്ചതും ആയിട്ടുള്ള ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം ഇത് ആത്മാവിനാൽ വെളിപ്പെടുന്ന ഒരു വിഷയമാണ്. ക്രിസ്തുവും അതെ, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സ്വർഗീയ രഹസ്യങ്ങളും അതെ, സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളും അതെ, ഇതൊക്കെ ആത്മാവിൽ വെളിപ്പെടുകയും ശുദ്ധ മനസാക്ഷി സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ 2 തിമോഥെയോസ് വായിച്ച സമയത്ത് നമ്മൾ പഠിച്ചല്ലോ. അപ്പം അത് സൂക്ഷിക്കേണ്ടത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മനസാക്ഷിയിലാണ് അത് സൂക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം ഇത് മറ്റുള്ള ഇൻഫർമേഷനെ പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സിനെ പോലെയോ സയൻസിനെ പോലെയോ തെർമോഡൈനാമിക്സിനെ പോലെയോ ഫോമുല വെച്ച് ഓർത്ത് വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറിച്ച് അത് സജീവമായിട്ട് തീരണമെങ്കിൽ പരിശുദ്ധാത്മ നിറവ നമുക്കറിയാമല്ലോ, നല്ല വൈഫൈ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. സൗണ്ടിനൊക്കെ എന്തൊരു പെർഫെക്ഷൻ, ഡ്രാഗിങ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളിൽ ഈ പരിശുദ്ധാത്മ നിറവിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ചില പ്രിയപ്പെട്ടവർ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഇത് രക്ഷയുടെ ഉറപ്പ് എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ലിജു പാസ്റ്റർ അത് പറഞ്ഞു. കാരണം അത് എല്ലാം ദൈവം ചെയ്തോളും,
നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരു നിലയിൽ ഉള്ള ഒരു പ്രിൻസിപ്പിളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളും ഉണ്ട്. ഇത് രണ്ടും രണ്ട് വശത്തും നോക്കുമ്പോൾ ശരിയാ. ആത്മീയമായിട്ട് നമ്മൾ മരിച്ചു കിടക്കുന്നത്, ശവപ്പെട്ടിക്കുള്ളിൽ വെച്ചേക്കുകയാണെന്ന് പറയുന്നതും ഒരു ഒരു നിലയിൽ നമുക്ക് പറയാം. അതേസമയം ഈ മരണം എന്ന് പറയുന്നത് ആത്മാവ് മരിച്ചു, ആത്മാവ് ഇല്ലാതായി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമുക്ക് കഴിയാത്ത ഒരു നിലവാരത്തിലാണ് നമ്മൾ ഉള്ളതെന്നാണ് പറയുന്നത്. അല്ലാതെ ആത്മാവ് നമ്മളിൽ നിന്നും പോയിട്ടുമില്ല. ആത്മാവ് എന്ന് പറയുന്ന പ്രൊവിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ട് താനും. ഈ ആത്മാവിലൂടെ തന്നെ ആ ദൈവം നമ്മളോട് ഇടപെടാൻ കഴിയുന്ന കാര്യവും. അപ്പം അവിടെ ഉദ്ദേശിക്കുന്നത് ഈ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം, നമുക്ക് നമ്മുടെ എഫർട്ട് കൊണ്ടും നമ്മുടെ പ്രയത്നം കൊണ്ടും ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല. അങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു നിലവാരത്തിൽ നിന്ന് നമ്മൾ താഴെ വീണു. നമ്മുടെ ആഗ്രഹം കൊണ്ടോ അഭിലാഷം കൊണ്ടോ അല്ല, മറിച്ച് ദൈവമാണ് നമ്മളെ ജീവിപ്പിക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ദൈവത്തിന് പോലും ജീവിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് വരെ ഈ മരണത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ അത് അങ്ങനെ ജീവിപ്പിക്കപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതും ദൈവവചനം അനുസരിച്ച് ശരിയല്ല എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നേ ഇവിടെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള തർക്ക വിഷയങ്ങളിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ വളരെ ശ്രേഷ്ഠമായ രക്ഷയാണ് ഇതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതേസമയം തന്നെ അത് നമുക്കറിയാം 5 വാർണിങ്സ് ഇതിലുള്ളത്. ബെൻസൺ ഡോക്ടർ അത് ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് സംസാരിച്ചവരും ആ വാർണിങ്സ് ഏതൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞു. അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയല്ല. എന്നാൽ ഈ വാർണിങ്ങുടെയൊക്കെ സംഗ്രഹം എന്താ? സംഗ്രഹം എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ഇത്ര ദിവ്യമായ ഒരു രക്ഷയിലേക്കും കൃപയിലേക്കും വന്നിട്ടുണ്ട്. എന്നാൽ അനുസരിക്കേണ്ട വണ്ണം അനുസരിക്കാതിരിക്കുകയും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ ഈ രക്ഷ നമുക്ക് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. അത് ഒരുപക്ഷെ നാം ഈ രക്ഷ അഗണ്യമായിട്ട് നാം മാറ്റിയിട്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കത് ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ വീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പോൾ വാഷറുടെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. പോൾ വാഷർ അതുപോലെ ആ ഡോക്ടർ ഇതൊക്കെ ഒക്കെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇത്രയേ ഉള്ളൂ: നമ്മുടെ തീരുമാനം കൊണ്ടൊന്നും അല്ല യേശു വരുന്നത്. യേശു അല്ലെങ്കിലും നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ തീരുമാനം കൊണ്ട് സംഭവിക്കുന്നതൊന്നും അല്ലാന്ന് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അത് പറയുന്നത്. അത് വളരെ നല്ല ആഴമായി ദൈവവചനം പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ തന്നെ അദ്ദേഹം, യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മനുഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവത്തിന് ഒരു പക്ഷേ ഈ രക്ഷ ഫോഴ്സ് ചെയ്യാം, പരിശുദ്ധാത്മാവിനെ ഫോഴ്സ് ചെയ്യാം, വിശുദ്ധിയെ നമ്മുടെ മേലെ ഇമ്പോസ് ചെയ്യാം, പല കാര്യങ്ങളും ചെയ്യാമെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മളത് മനസ്സിലാക്കി ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടം. അതതിൻ്റെ കാര്യം. അല്ലാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്, നമ്മുടെ മനസ്സിനെ സൃഷ്ടിച്ചവന്, നമ്മുടെ ആത്മാവിനെ മെനഞ്ഞവന് ആ സ്വാതന്ത്ര്യം ഇല്ലാതെ നമ്മളെ സൃഷ്ടിക്കാൻ പറ്റത്തില്ലേ? അതെല്ലാം ദൈവത്തിന്റെ കയ്യിലുള്ള ഒരു കാര്യമല്ലേ. നമ്മൾ ആരെങ്കിലും വാദിച്ച് സമരം ചെയ്ത് നേടിയെടുത്ത വല്ലോ ഫ്രീഡമോ വല്ലോ ആണോ? അല്ല. അപ്പം ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദാറ്റ് വി നീഡ് ഇറ്റ് ഈസ് ഹിസ് പ്ലഷർ ആൻഡ് വിൽ ദാറ്റ് വി ഷുഡ് മേക്ക് എ ഡിസിഷൻ അക്കോർഡിംഗ് ടു ദ ഫ്രീഡം വിച്ച് ഹി ഹാസ് ഗ്രാൻഡഡ് ടു us. അതാ ദൈവത്തിന്റെ ഒരു ആലോചനയും ഹിതവും എന്നുള്ളതാ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞല്ലോ. ഇവിടെ ഈ പറഞ്ഞ വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അതിനെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, അപ്പോൾ ഒഴുകിപ്പോകാം. ആത്മാവിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി അങ്ങനെ അല്ലാതായി തീർന്നാൽ അവന് ഒഴുകിപ്പോകാനായിട്ട് കഴിയും. അവന് കേട്ടതൊക്കെ മറന്നു പോകാനായിട്ട് കഴിയും. നമ്മൾ ചില ജീവികളെ കുറിച്ച് പറയാറുണ്ട്. അതിന് ഒരു ഇതുമുണ്ട്. നമ്മുടെ മലയാളത്തിൽ അരണബുദ്ധി എന്നൊക്കെ പറയും. അത് ശരിക്കുള്ള ലാംഗ്വേജിലുണ്ടോ അത് നാടൻ യൂസേജ് ആണെന്നൊന്നും അറിയത്തില്ല. നമുക്കറിയാം, ഈ അരണ എവിടുന്നെങ്കിലും ഇങ്ങനെ ഓടി വരുന്നത് കാണാം ചില സമയത്ത്. എന്നിട്ട് വന്നിട്ട് ഒരു നിൽക്കുന്ന കാണാം എവിടെങ്കിലും. നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്തോ ഒരു മഹാകാര്യം സാധിക്കാൻ ഇങ്ങോട്ട് ഓടി വന്നതാ. പിന്നെ അവിടെ വന്നപ്പോൾ ആ പോയിന്റിൽ എത്തിയപ്പോൾ
അരണ മറന്നുപോയി, എന്താ ചെയ്യും, എന്തിനാ ഓടി വന്നതെന്ന് എന്ന് നമുക്ക് തോന്നും. അരണയ്ക്ക് വേറെ വല്ല റീസണും കാണും, വെറുതെ അരണേനെ നമ്മളിങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്നാൽ തന്നെ ഞാൻ പറയുക, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളും പെട്ടെന്ന് ഇതുപോലുള്ള ഒരു അനുഭവത്തിലാകുകയും ഹൃദയത്തിലുള്ള ദർശനവും ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ വചനവും ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ആ വിശ്വാസത്തെയും ഒക്കെ മോഷ്ടിക്കപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്നൊക്കെ നമ്മളെ റോബ് ചെയ്ത് കളയുന്ന ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. അത് ഇവിടെ പറയുന്നത് വെള്ളത്തിലായിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ, നങ്കൂരമിട്ട ഒരു ഷിപ്പിനെ കുറിച്ചും. അതുപോലെ തന്നെ നമ്മൾ ഒരു കയത്തിലോട്ട് ഇറങ്ങി നിന്നാൽ മതി, ആദ്യം അരയറ്റം വെള്ളത്തിൽ നിന്നാൽ താനേ അത് മൂക്കറ്റം വെള്ളമാകും കുറച്ച് കഴിയുമ്പോൾ, നമ്മളാരും ഒന്നും ചെയ്യണ്ട എന്ന് സാധാരണഗതിയിൽ പറയുന്ന പോലെ നമ്മൾ ഡ്രിഫ്റ്റ് അവേ ചെയ്യുക. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇച്ഛിക്കാത്ത ഒരു തീരത്തേക്ക് നമ്മൾ പോകുക ചെയ്യുന്നത്. കാരണം നമുക്കറിയാമല്ലോ, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഡിസിൻറ്റഗ്രേറ്റിംഗ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ശക്തി കോൺസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ഹീറ്റ് ലോസ് സാധാരണഗതിയിൽ ഒരിടത്തൊരു ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചാൽ തണുക്കുന്നെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും ആ ഊർജവും അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധവും നമ്മുടെ വിശ്വാസവും ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് അത് ചലഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും കോൺസ്റ്റന്റ് ആയിട്ട് അത് കുറയുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും വചനത്തിന്റെ അല്ലെങ്കിൽ ദൈവകൃപയിൽ നിൽക്കേണ്ടതിന്റെ ആവശ്യം. അല്ലാതെ ഇതിപ്പോൾ ചില ഫില്ലിറ്റ് ഷട്ടിറ്റ് ഫർഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് ഹീറോ ഹോണ്ട പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കുറെ നാളത്തേക്കുള്ളത് ഞാൻ ഒട്ടകം വെള്ളം കുടിച്ച പോലെ കുടിച്ചിട്ടുണ്ട്, ഇനി അതിന്റെ ആവശ്യമില്ല. അതല്ല അതിന്റെ കാര്യം. അതിന്റെ ഒരു ദൈവത്തിന്റെ പൈതല്, ആത്മാവിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതല് പുതിയ നിയമ ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവൻ ജീവിക്കുന്ന എല്ലാ നിമിഷവും അവൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടും പരിശുദ്ധാത്മ ശബ്ദം കേട്ടും അത് അവൻ മുന്നോട്ട് പോകണം. ഞാൻ ഇതിന് മുന്നേ പണ്ട് കാലത്തൊക്കെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വായുവിൽ കൂടെ പോകുന്ന പ്ലെയിന്, ഈ പ്ലെയിൻ എപ്പോഴും അതിന്റെ കൺട്രോൾ ടവറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതവും. അത് ഏതെങ്കിലും ഒരു നിമിഷം ആ കൺട്രോൾ ടവറിൽ നിന്നുള്ള ബന്ധം വിട്ടുപോയാൽ ആ വിമാനം പിന്നെ പോകുന്നത് വേറെ വല്ല സ്ഥലത്തേക്കായിരിക്കും. എന്ന് പറയുന്നത് പോലെ തന്നെയാ നമുക്ക് ഒരു നിമിഷം പോലും ദൈവത്തിൽ ആശ്രയിക്കാതെയും ദൈവത്തിൽ ചാരാതെ നമുക്ക് ജീവിക്കാനോ മുന്നോട്ട് പോകാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ് കർത്താവ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ഒന്ന് നമുക്കറിയാമല്ലോ, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒഴുകിപ്പോകാനുള്ള ചില കാരണങ്ങൾ അവിടെ തന്നെ നമുക്ക് കാണാം. ഒന്ന് ഞാൻ പറഞ്ഞു, വേർഡ് ഈസ് സ്റ്റോളൻ ബൈ ദ ഈവിൾ വൺ. പിന്നെ പലരെയും നമുക്ക് കാണാൻ കഴിയും, അവർക്ക് ഉപദേശമൊന്നും ഇഷ്ടമല്ല. എന്നാൽ ഉപദേശ വിഷയങ്ങൾ വരുമ്പോൾ അവരാകെ മടുക്കുകയും ദൈവത്തിന്റെ വചനം നേരത്തെ പറഞ്ഞ പോലെ ആഴമായ ദൈവവചനം പ്രസംഗിക്കുമ്പം അവർക്കത് തൃപ്തിയല്ല. എന്നാൽ വൈകാരികമായിട്ടും അതുപോലെ പാടുക, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉണ്ടല്ലോ ആരാധിക്കുക. അപ്പൊ ആരാധനയെന്ന് പറയുന്നത് ഇന്ന് വലിയൊരു ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു ദുരുപദേശമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ദൈവവചനം വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യണ്ട, നമ്മൾ കൈയടിച്ച് കുറച്ച് ബഹളം ഉണ്ടാക്കിയാൽ മാത്രം മതി. അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, ഞാനും ഒരു പെന്തിക്കോസുകാരനും അന്യഭാഷ പറയുന്നവനും ചില കൃപാവര ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുമൊക്കെയാണ്. അതേസമയം തന്നെ ഞാൻ പറയുകയാണ്, എന്നെ എപ്പോഴും അന്നും ഇന്നും എന്നെ നടത്തിയിട്ടുള്ളത് ഈ ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാടുകളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഞാൻ ഒച്ചപ്പാടും വെക്കാറുണ്ട്. പിന്നെ ഏതൊക്കെ സഹോദരന്മാർ എവിടെയൊക്കെ ചെയ്യുന്നു അതൊക്കെ ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ ഡി ജോഷ സാറുമായിട്ട് ഒരു കോളേജിൽ കടന്നുപോയ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ജോസിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പം അവിടെ ചെന്ന് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുക. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഡി ജോഷ സാറിന് നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല. ഞാൻ നോക്കുമ്പം അവിടെ കുറെ പേര് ഡാൻസ് ചെയ്ത് ആരാധിക്കും. കൂട്ടത്തിൽ ഞാനും പോയി ഡാൻസ് ചെയ്യും. എടാ പഹയ, നീ ഡാൻസ് ചെയ്യുന്നോ എന്നും പറഞ്ഞ് എന്നെ കയറി പിടിച്ചത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഡാൻസ് എല്ലാവരും ചെയ്യുന്നെങ്കിൽ നമുക്കും ചെയ്തേക്കാം, അതിനൊന്നും എതിർപ്പുള്ള കാര്യമല്ല. എന്നാൽ ഈ ഡാൻസോ പാട്ടോ ബഹളമോ നമ്മുടെ പുറമേ കാണിക്കുന്ന എന്തെങ്കിലും പ്രകടനങ്ങൾ നമ്മുടെ സ്വയാവിഷ്കാരമായിട്ട് വരേണ്ടതല്ല. അത് മറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് വരേണ്ടതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതും ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് വരേണ്ടതുമാ ഈ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഡോക്ടറിനും ദൈവവചനത്തിന്റെ പഠനവും ഇഷ്ടപ്പെടാതെ വൈകാരികമായിട്ട് മാത്രം ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ട്രെൻഡാണ് നമുക്കിന്ന് പൊതുവെ സഭകളിൽ കാണാൻ കഴിയുന്നത്. അത് കുറെ നേരം ആരാധിച്ചാൽ മതി, പ്രശ്നങ്ങളൊക്കെ തിരി. ഞാനും സമ്മതിച്ചു, ആരാധിച്ചാൽ മതി. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നത് തന്നെയാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കുള്ള കാരണം. എന്നാൽ ഒരു പുക പോലെ ഉള്ള ഒരു ഐഡിയ ആരാധിക്കുകയല്ല, ദൈവവചനത്തിന്റെ വെളിപ്പാടാ സത്യത്തിൽ നമ്മളെ ആരാധനയിലേക്ക് കൊണ്ടുപോകുന്നത്.
ദൈവവചനത്തിന്റെ കാൽക്കൽ, യേശുവിന്റെ കാൽക്കൽ അത് വചനം കേൾക്കാനിരുന്ന മറിയ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ അവളുടെ സമ്പാദ്യം വെച്ച് കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് ഏറ്റവും സ്തുത്യർഹമായ ആരാധന ദൈവ പാദപീഠത്തിൽ സമർപ്പിക്കാൻ കഴിയൂ. കാരണം ഈ എബ്രായ ലേഖനത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയവും കൂടെ അത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, 4:12 എനിക്ക് തോന്നുന്നു വളരെ ഒരു കീ വേഴ്സാ. ദൈവത്തിന്റെ വചനം ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ മുന്നിൽ നഗ്നവും മലർന്നതുമായിട്ട് അത്രേ കിടക്കുന്നത്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എത്രയൊരു ശ്രേഷ്ഠമായൊരു വചനമാണ് അത്! എന്തെല്ലാം ദൈവിക വെളിപ്പാടുകളാണ് അതിലുള്ള. ചില ദൈവഭക്തന്മാർ പുസ്തകങ്ങൾ തന്നെ അതിന് ആ ഭാഗത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവത്തിന്റെ വചനമാണ്. കാരണം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുമാണ് ഒരു ദൈവത്തിന്റെ പൈതലിന്റെ നിലനിൽപ്പിന്റെ ആധാരം. ദൈവവചനത്തിന്റെ വെളിപ്പാടാണ് അത്. കേവലം ഒരു ഇൻഫർമേഷൻ അല്ല. ഇൻഫർമേഷൻ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല. എന്നാൽ അത് ഹൃദയത്തിലേക്ക് വന്ന് അവിടെ വായിക്കുക. ദൈവത്തിന്റെ വചനം ഇരുവായുത്തിലുള്ളതായി ഏത് വാളിനേക്കാളും ജീവനും ചൈതന്യവും ഉള്ളതായി. അതാ ഞാൻ പറയാൻ ആഗ്രഹം. ജീവനും ചൈതന്യവും ഉള്ളതായി. അപ്പൊ ജീവനും ചൈതന്യവും ഉള്ളതായി നമ്മളിൽ ദൈവവചനം മാറാത്തതായിരുന്നു ഈ എബ്രായരുടെ പ്രശ്നം. നമ്മുടെയും പ്രശ്നം അവിടെ തന്നെയാണ്. ഇതൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്. ആ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ച് ഇന്ന വാക്യം എടുത്താൽ ഇന്ന വഴിക്കൂടെ പോകും, അതിന്റെ ഒത്തുവാക്യം ഇതാ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ അതിന്റെ ഒത്തുവാക്യങ്ങൾക്ക് അറിയാവുന്ന ചില വ്യക്തികൾ ഒരുപക്ഷെ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് വചനവുമായിട്ട്, വചനത്തിൽ നല്ല നിശ്ചയമുണ്ട്. എന്നാൽ ഇന്ന് പോകുന്നത് ഈ വചനത്തെ വിശ്വസിക്കാൻ കഴിയാത്ത ഹൃദയത്തിൽ അവിശ്വാസം നിറഞ്ഞ ഒരു നിലയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെ പോകുന്നത്. അതാണ് ഇതിന്റെ ഒരു വൈപരീത്യം എന്ന് പറയുന്നത്. അതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. എബ്രായർക്കും ഈ കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാഞ്ഞിട്ടായിരിക്കത്തില്ല. എന്നാൽ ദൈവവചനത്തിന്റെ വെളിപ്പാടായിട്ട് അത് ഹൃദയത്തിൽ തീരാത്തത് കൊണ്ട് അത് നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് പ്രയോജനമായി വന്നില്ല എന്ന് 4-ാം അധ്യായം 1-2 നമ്മൾ വായിക്കുന്നത് നമുക്ക് കാണാമല്ലോ. അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടും അതുപോലെ ആകാശങ്ങളിൽ കൂടെ കടന്നുപോയൊരു മഹാപുരോഹിതനെയുമാണ് നമുക്ക് അതിനുവേണ്ടി ദൈവം വെച്ചേക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ആശ്രയിക്കുകയും വെളിപ്പാട്, ആ ദൈവവചനത്തിന് വെളിപ്പാട് ലഭിക്കത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുകയും ചെയ്യുന്നതാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നതാണ് ഇതൊക്കെ. ദൈവത്തിന്റെ വെളിപ്പാട്. എനിക്ക് എബ്രായ ലേഖനം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വിശ്വാസത്തിന്റെ നായകൻ. എന്താ ഈ നായകൻ? പണ്ടൊക്കെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആരാ നായകൻ? അപ്പൊ ഹീറോ ആരാ, വില്ലൻ ആരാ? അപ്പൊ ഇതിലൂടെ പറയുക നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, ദ ഓഥർ ഓഫ് അവർ ഫെയ്ത്ത്. എന്താ, വാട്ട് ഡസ് ഇറ്റ് മീൻ? നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ആഴമായിട്ട് പഠിക്കാം. വെറും ഒരു കാഴ്ചക്കാരനല്ല, നമ്മളൊരു ആശയത്തിൽ വിശ്വസിച്ചേക്കുമല്ല, നമ്മളൊരു വ്യക്തിയുടെ ഹീറോയിസം മാത്രം ഇതാക്കുമല്ല. ആ വ്യക്തി ഹി ഹിംസെൽഫ് ഈസ് ദ ഓഥർ ഓഫ് ദിസ് ഫെയ്ത്ത് ആൻഡ് ഹി ഈസ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. എത്ര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. നമുക്കത് വായിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വചനത്തിൽ ആശ്രയിക്കാതെ ഇങ്ങനെയുള്ള ചില വികാരങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ആശ്രയിച്ച് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ നാക്കാം. എന്നാൽ കാര്യമായിട്ടുള്ള ദൈവവചനവും നമ്മുടെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ പറയുമ്പം അതോടെ ഓഫായിപ്പോയി. അത് കേൾക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ചും ഇതെല്ലാത്തിനെക്കുറിച്ചും പറയണം. അതേസമയം തന്നെ വചനത്തിന്റെ വെളിപ്പാടിൽ നമ്മൾ വളർന്നു വരണം. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. നോക്കിയാട്ടെ, അത് നമ്മൾ ഇതൊക്കെയാണ് അവരുടെ ആ സ്പിരിച്വൽ ഇൻഫൻസിയുടെയും ഒഴുകിപ്പോകുന്നതിൻ്റെ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അതെ, ഞാനത് നാളുകൾക്ക് മുന്നേ നമ്മുടെ രാവിലെയുള്ള സമയത്ത് ഈ എബ്രായ ലേഖനത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പം കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, നോട്ട്സ് എഴുതാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ അവിടെ എഴുതി വെച്ചത് ഞാൻ ഓർക്കുകയാണ്. അതിൻ്റെ കാരണം ഒന്ന്, കർത്താവാണ് ഈ രക്ഷയുടെ നായകൻ എന്നുള്ളതാണ്. അത് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവൻ അതിനു വേണ്ടി കൊടുത്ത്, അതിനുവേണ്ടി ഈ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഇത്ര വലിയ രക്ഷ എന്ന് പറയുന്നതിൻ്റെ കാരണം ജീവനാണ് നൽകപ്പെട്ടത്.
അതുപോലെ തന്നെ സ്കോപ്പ്, അതിൻ്റെ എവരി വൺ ഹൂ ബിലീവ്സ്, വിശ്വസിക്കുന്ന ഏവനുമുള്ളതായി ഈ രക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫേസ്യർ കിടന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്തെന്ന് ഗ്രഹിക്കണമെന്ന് പറയുമ്പം നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ഒരു മനുഷ്യനെ ദൈവം ഉയർത്തി സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി, ആ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പാടുന്ന ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ സോ വൈഡ് ഐ കാണ്ട് ഗെറ്റ് അറൗണ്ട് ഇറ്റ് എന്നൊക്കെ പറയുന്ന ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എന്ന് പറയുന്നത് പോലെ എന്താണ് ഈ രക്ഷയുടെ ആ അനന്തമായിട്ടുള്ള സാധ്യത, അനന്യതയുള്ള ഒരു രക്ഷയായത്, അനന്യമായ രക്ഷയായത് എന്ന് പറഞ്ഞാൽ വേറെ ആരിലും ലഭിക്കാത്ത യേശുക്രിസ്തു മാത്രം ഏക വഴിയായിട്ടുള്ള ഒരു രക്ഷയാ ഈ രക്ഷ. ഇതുപോലുള്ള കുറച്ച് വാക്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോകാനുള്ള ഒരു വകുപ്പുമില്ല. പോയാൽ അതിനെ തുടർന്നും നമ്മൾ 5 വാർണിങ്സ് വായിക്കുമ്പം അവിടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ദൈവസ്നേഹം എന്ന് മാത്രം നമ്മൾ വിചാരിച്ചിട്ട് അത്രയും സ്നേഹിച്ച ദൈവം, ഇങ്ങനെ വിശ്വാസത്തിന്റെ നായകനായ കർത്താവ്, ആ കർത്താവ് എന്ന് പറഞ്ഞ അതിനെ മാത്രം നമ്മളങ്ങ് വിപുലീകരിച്ചു പോകുമ്പം അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, തിമത്യോസിൽ വായിക്കുന്ന പോലെ അവൻ നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ അതിനും നമ്മയും തള്ളിപ്പറയും, അവൻ വിശ്വസ്തനാകുന്നു എന്ന് വായിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? വചനത്തിൽ ഇത്രമാത്രം വെളിപ്പെടുത്തുകയും സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്ത കർത്താവിനെ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ അവൻ ആ വചനത്തിൽ പറഞ്ഞ പോലെ തന്നെ, വാഗ്ദത്തങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ചെയ്യും. അങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ അതിന് തക്കവണ്ണം അതിന്റെ പരിണിത ഫലങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം ലോകമനുഷ്യർ ഈ സ്നേഹത്തെ അങ്ങ് ഇന്റർപ്രേറ്റ് ചെയ്ത് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, സ്നേഹം നിമിത്തം ഇങ്ങനെ കയ്യും കാലും ബന്ധിക്കപ്പെട്ട് ദൈവം ഇങ്ങനെ സ്തബ്ധനായിട്ടിരിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ ഇത്ര വലിയ രക്ഷ ഈ അന്ത്യകാലത്ത് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഈ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, അത് കൃപയാണേ എന്ന് പുന്നൂസങ്ങൾ ആദ്യം പാടിയ പാട്ട് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ പഠിക്കുന്ന ഒരു പാട്ട്, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നെ കൃപ, മന്നിടത്തിൽ ക്രൂശതിൽ നിന്നും ഉയർന്ന് അതെ, എന്നെ രക്ഷിച്ചുന്നതൻ തൻകൂടെന്നും വാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തിതാ. മന്നിടം ചാമച്ചവൻ മന്നീടെ ചാരിച്ചവൻ എന്നെ എന്നും നടത്തുന്ന എന്തോരത്ഭുത. എന്നെ രക്ഷിച്ചുന്നതൻ തന്നുടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തിതാ. തൻ്റെ ക്രൂശിൽ കാണുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത എൻ്റെ രക്ഷയായതിൽ താൻ നിവർത്തിച്ചു. തൻ്റെ ക്രൂശിൽ കാണുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത എൻ്റെ രക്ഷയായതിൽ താൻ നിവർത്തിച്ചു. ബന്ധനസ്ഥം ചെയ്തു താൻ അന്ത്യമായ യാതനാ സാന്ത്വന ജീവിതത്തെ ബന്ധമായി നൽകി. ബന്ധനസ്ഥം ചെയ്തു താൻ അന്ത്യമായ യാതനാ സാന്ത്വന ജീവിതത്തെ ബന്ധമായി നൽകി. എന്നെ രക്ഷിച്ചുന്നതൻ തൻകൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തിതാ. താങ്ക് യു.